എന്താ ആന്റി, ഞാൻ താമസിച്ചതിന് വഴക്ക് പറയായിരുന്നല്ലേ? അതെ, അപ്പൊ ഞാൻ വഴക്ക് പറയുന്നത് നിനക്ക് അറിയാം. ഞങ്ങൾ താമസിച്ചിരുന്ന വീട് വാങ്ങിയതിന്റെ സന്തോഷത്തിലായിരുന്നു ആന്റി, അതാ താമസിച്ചെ. സൂര്യ ഞാൻ വിളിച്ചതാ, പക്ഷെ സൂര്യക്ക് ഓഫീസ് വർക്ക് ഉള്ളതുകൊണ്ടാ വരാത്തത്. ഈ കണ്ടീഷനില് താനിങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നോണ്ട് അമ്മ വഴക്ക് പറയുന്നത്. സോറി ആന്റി, ഇക്കാര്യത്തിന് ഞാനല്ലാതെ വേറെ ആരാ ആന്റി മുന്നിട്ട് നിൽക്കേണ്ടത്? മോളെ, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല ഇതൊന്നും പറയുന്നേ. ഇപ്പോ നല്ലപോലെ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട സമയമാ. അതിനെനിക്ക് പ്രശ്നമൊന്നുമില്ല ആന്റി. ദൈവാനുഗ്രഹം കൊണ്ട് സാധാരണ സ്ത്രീകൾക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടും എനിക്കുണ്ടായിട്ടില്ല. ഓഹോ, അപ്പൊ ഉണ്ടാവണോന്നാണോ നീ പറയുന്നേ? മോള് വന്നോ? നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് നിന്റെ ആന്റി കയറി പൊട്ടിക്കായിരുന്നു. അമ്മ ഇപ്പോഴും പറയുന്നത് താൻ ഇനി അധികം യാത്രയൊന്നും ചെയ്യാതെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാ. ആവശ്യമില്ലാത്ത എന്തിനെങ്കിലും ഞാൻ പോകുന്നുണ്ടോ സൂര്യ? മോളെ, മോള് സൂക്ഷിച്ചാ മതി. അതിരിക്കട്ടെ, വീടിന്റെ ഇടപാടുകളെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു അങ്കിൾ. ഒടുവിൽ ആ വീട് തന്നെ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നു. എല്ലാരും ഹാപ്പി ആണല്ലോ അല്ലേ? എങ്ങനെ ഹാപ്പി ആവാതിരിക്കുവോ സാർ? ഒരിക്കലും വിൽക്കില്ല എന്ന് പ്രകാശ് മേനോൻ പറഞ്ഞിരുന്ന വീടാ ഇപ്പൊ ഇവർക്ക് കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ എല്ലാം കൂടി നോക്കി നടത്താൻ അയാൾക്ക് സമയം വേണ്ടേ? ഒന്നാമത് അയാളുടെ ഭാര്യ ഒരു ഹാർട്ട് പേഷ്യന്റാ. ആഹാ, ദേവേട്ടൻ അവരെയൊക്കെ അറിയൂ? പിന്നെ പ്രകാശ് മേനോന്റെ ജ്യേഷ്ഠൻ പ്രസാദ് മേനോനും ഞാൻ ഒരുമിച്ച് പഠിച്ചതാ. ഓ, അവർ NRI ഫാമിലിയാ, എല്ലാവരും വിദേശത്താ. പക്ഷേ 1,10,00,000 ആ വീട് സ്ഥലം ഉണ്ടോ ഭാവന?